പാറളം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായി കുറ്റിയടിക്കൽ ചടങ്ങ് നടത്തി. 3 നിലകളിലായാണ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ കുറ്റിയടിക്കൽ ചടങ്ങ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി, ജീവനക്കാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൃത്യമായ പ്ലാൻ വരച്ച് കുറ്റിയടിക്കൽ ചടങ്ങിന് മുൻപ് തന്നെ മുൻ ഭരണസമിതി കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ നടത്തിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ ആരോപിച്ചു. മുൻ ഭരണസമിതി തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ച് 2025 സെപ്റ്റംബർ 28 ഞായറാഴ്ചയാണ് ഓഫീസ് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ നടത്തിയത്. അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ആർ ബിന്ദുവാണ് തറക്കല്ലിടൽ നിർവഹിച്ചത്. 2 നില കെട്ടിടം നിർമ്മിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ തറക്കല്ലിടലിന് ശേഷം കുറ്റിയടിക്കൽ ചടങ്ങിന് എത്തിയപ്പോഴാണ് പുതിയ കെട്ടിടത്തിന്റെ സ്ഥാനം പുറമ്പോക്ക് ഭൂമിയിലേക്ക് നീങ്ങുമെന്ന അവസ്ഥ മനസ്സിലാക്കുന്നത്. എന്നാൽ നിലവിലെ ഭരണസമിതി കൃത്യമായ പ്ലാൻ തയ്യാറാക്കിയാണ് 3 നില കെട്ടിടം നിർമ്മിക്കുന്നതിന് മുന്നോടിയായി കുറ്റിയടിക്കൽ ചടങ്ങ് നടത്തുന്നത്. പദ്ധതി പ്രകാരമുള്ള കെട്ടിടം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് ശ്രീമതി ബിന്ദുവിനെ കൊണ്ട് ഇതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഏതൊരു ബിൽഡിംഗ് പണിയുമ്പോഴും ആദ്യമായി അതിന് പ്ലാൻ വരച്ച് അതിൻ്റെ കൃത്യത വരുത്തി പിന്നീട് കുറ്റിയടിച്ചതിന് ശേഷമാണ് നമ്മൾ തറക്കല്ലിടുക. പക്ഷേ പഴയ ഭരണസമിതി ചെയ്തത് ആദ്യം തറക്കല്ലിടൽ ചടങ്ങാണ്. അത് യാഥാർത്ഥ്യത്തിൽ പാറളം പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉള്ളൊരു പ്രഹസനമായിട്ടാണ് അന്ന് അവർ അത് ചെയ്തിട്ടുള്ളത്. വീണ്ടും പുതിയ ഭരണസമിതി നിലയിൽ വന്നപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കരാറുകാരനായ ശ്രീ വേലായുധൻ ചേട്ടനെയും വിളിച്ച് യോഗം ചേർന്ന് ഇതിൻ്റെ കൃത്യത മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് മുൻപ് പ്ലാൻ വരച്ചത് 2 നിലകളിലായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തറക്കല്ലിടൽ ചടങ്ങിന് ശേഷം ഇതിൻ്റെ കുറ്റിയടിക്കാൻ വന്നപ്പോൾ പുറമ്പോക്കിലേക്ക് കൂടി ഇതിൻ്റെ ബിൽഡിംഗ് വരുന്നൊരു അവസ്ഥയിലേക്ക് നീങ്ങി. അപ്പോൾ ആ പ്രവർത്തനം അവിടെ നിലച്ചു. പിന്നീട് ഞങ്ങൾ പുതിയ ഭരണസമിതി ഇതുമായി മുന്നോട്ട് പോയപ്പോൾ ഇതിൻ്റെ കൃത്യത മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും 3 നിലയിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരയ്ക്കുകയും അതിൻ്റെ എല്ലാ അനുമതികളും കൃത്യത വരുത്തിക്കൊണ്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ചെയ്തത്.